ദോശ ഇതെല്ലാം കിട്ടി ഗൈസ്. പിന്നെ നമുക്ക് ബസ്സിൽ കയറിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ബസ്സിലോട്ട് എത്തിയിരിക്കണം. ബസ്സിൻ്റെ സീറ്റ് ഇത് കാണിച്ചു തരാം ഗൈസ്. നോക്ക് ഗൈസ്, കണ്ട സീറ്റ്. സ്വിഫ്റ്റ് നമ്മൾ മോളിൽ കയറി കാണിച്ചു തരാം ഗൈസ്. ഹായ് ഗൈസ്, ഇതാണ് നമ്മൾ പോണ വീഡിയോ. കാണിച്ചു തരാം. ഫോൺ ആദ്യം പോലും കണ്ട ഗൈസ്, ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ നിർത്തും കാണാം ഗൈസ്. മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെയും ഓഫീസ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. 1869 സെക്രട്ടേറിയറ്റ് നിലവിൽ വന്നത്. നമ്മുടെ ഇടതുവശത്തായിട്ട് കാണാം കേരള യൂണിവേഴ്സിറ്റി കോളേജാണ് ഇടതുവശത്തായി കാണുന്നത്. KR നാരായണനും ചിത്രകാരനായ രാജ രവിവർമ്മയൊക്കെ പഠിച്ചിറങ്ങിയ അതുല്യ പ്രതിഭകൾ പഠിച്ചിറങ്ങിയ കേരള യൂണിവേഴ്സിറ്റി കോളേജ്. ഇടതുവശത്തായിട്ട് പട്ടം താണുപിള്ളയുടെ പ്രതിമയാണ് ഇടതുവശത്തായി കാണുന്നത്. ഇടത് സൈഡിലായി ദേവസ്വം ബോർഡിന്റെ ഒരു വിനായക ക്ഷേത്രം കാണാം. തൊട്ടടുത്തായി പാളയം ജുമാ മസ്ജിദ്. ഇതിന് പുറകിലായി ഒരു ക്രിസ്ത്യൻ ദേവാലയം കൂടെ ഉണ്ട്. ഈ 3 ദേവാലയങ്ങളും ഒരു കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടത് സൈഡിലായി രക്തസാക്ഷി മണ്ഡപം. വലതുവശത്തായി പാളയം ചർച്ച്. ഇതിന്റെ ആകാശ കാഴ്ചയിൽ കുരിശിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇടത് സൈഡിലായി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, പോലീസ് സ്റ്റേഡിയം എന്നറിയപ്പെടുന്നു. പോലീസ് സേനയിലെ ആദ്യ IG ആയ ചന്ദ്രശേഖരൻ സാറിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഡിയമായി അറിയപ്പെടുന്നു. ഇടത് സൈഡിലായി നിയമസഭാ മന്ദിരം. സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രതിമ കാണാം. ഇടത് സൈഡിലായി KTDCയുടെ മസ്കറ്റ് ഹോട്ടൽ. നിർമ്മാണ രീതി കൊണ്ട് ഏറെ വ്യത്യസ്ത ആകർഷിച്ച ചർച്ചാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ചർച്ചിന്. MCB B